ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹാപ്പി ഓണം എല്ലാവർക്കും തന്നെ നേരെയാണ്. അപ്പോൾ നമ്മളുടെ ഓണക്കോടി ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇവിടുത്തെ ചേച്ചിയമ്മ വന്നിട്ടുണ്ടായിരുന്നൊരു ഡ്രസ്സിൻ്റെ തുണിയായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൗണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ടും ബാക്കും ഒരേ പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഫ്രണ്ട് നെക്കിലേക്ക് നമുക്ക് കുറച്ച് വർക്ക് കൂടി ചെയ്ത് കൊടുക്കാം. ഓണവും കാര്യങ്ങളൊക്കെ അല്ലേ, കുറച്ച് ഡിഫറെൻ്റായിട്ട് അടിപൊളിയായിട്ടൊക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് നമ്മളപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ 2 ഡബിൾ സ്റ്റിച്ചാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരേ ലെവലിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ കൂടുതലും ആരി വർക്ക് ചെയ്തെടുക്കുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ചെറിയ നീഡിൽസ് എടുക്കുക. ചെറിയ നീഡിൽ എടുത്തിട്ട് നമുക്കതിലേക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഷുഗർ ബീഡ്സ് നമ്മൾ എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളറല്ല, മൾട്ടിപ്പിൾ ഷെയ്ഡായിട്ടുള്ള ഒരു ഷുഗർ ബീഡ്സാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഗോൾഡൻ കളർ ഈ പ്രാവശ്യം എടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കളർ എടുക്കാമെന്ന് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമ്മൾ മൾട്ടിപ്പിൾ കളറാണല്ലോ, നല്ല ഡ്രസ്സായിരിക്കുമല്ലോ കാണാനായിട്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിത് കൊണ്ടിട്ട് വേറെ ഐറ്റം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഓണായിട്ട് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ പ്ലെയിൻ ഡ്രസ്സിലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെയൊക്കെ ഒരു വർക്ക് ചെയ്ത് നോക്കുക, അടിപൊളി ലുക്കായിരിക്കും കാണാനായിട്ട്. പിന്നെ നമ്മൾക്ക് ഈ ഒരു വർക്ക് ചെയ്തപ്പോൾ നമ്മൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പോലെ തോന്നി. എനിക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ കുറച്ച് ടൈം കൂടുതൽ എടുത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറുതായിട്ടൊരു മടുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ തോന്നലാണോ എന്നറിയില്ല. കൂട്ടുകാർ ഇതിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എനിക്ക് ഈ ഒരു സ്റ്റിച്ചിങ് മെത്തേഡ് സ്വീകരിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഫൈനൽ ലുക്ക് അടിപൊളിയായതുകൊണ്ട് ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് വെച്ച് ചെയ്യുന്നത്, എപ്പോഴും പറയുന്ന പോലെ സ്റ്റാൻഡ് വെച്ച് ചെയ്യുന്നത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കയ്യിൽ പിടിച്ച് തന്നെ ചെയ്യുന്നത്. നമ്മളപ്പോൾ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെയാണ് കേട്ടോ ആദ്യം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. നമ്മളെപ്പോഴും എനിക്ക് ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഇഷ്ടം തോന്നുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമായിരിക്കുമല്ലോ. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളുടെ ഇഷ്ടങ്ങളുടെ പുറകെ കുറച്ച് നേരമൊക്കെ പോകാൻ എന്നാലല്ലേ നമുക്കൊരു ഹാപ്പിനെസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിരിക്കട്ടെ. അപ്പോൾ നമ്മൾ പിന്നെ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഗോൾഡൻ കളറിലെ ബീഡ്സും കൂടി എടുത്തിട്ടുണ്ട്. നടുക്ക് ഹോൾ വന്നിട്ടുള്ള ബീഡ്സാണ്. ഇത് ഗോൾഡൻ കളർ പല ഷെയ്ഡ് കളറിലൊക്കെ ഉണ്ട്. നമ്മൾ ഗോൾഡൻ കളർ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ വൈറ്റ് സ്റ്റോൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺസ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ഈ ഒരു ഗമ്മുണ്ടല്ലോ അതെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റോൺസിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഷുഗർ ബീഡ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മളിത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്ക് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ ഒത്തിരി വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതെല്ലാവർക്കും ഉണ്ടാവും. എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ മൈൻഡ് റീഫ്രഷ് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒട്ടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മുടെ ഗോൾഡൻ അല്ല, നമ്മുടെ സ്റ്റോൺസും കൂടി എടുക്കുന്ന വൈറ്റ് കളർ സ്റ്റോൺസ് ആയിരുന്നു. നല്ലൊരു ഭംഗിയുള്ള ഒരു സ്റ്റോൺസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ ആ ബീഡ്സിൻ്റെ നടുവിലോട്ട് ഗം വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സ്റ്റോൺസ് കൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് കൈവച്ച് വെച്ച് കൊടുക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് നമ്മളെന്തൊരു പെന്നോ അല്ലെങ്കിൽ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റേതായ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അതൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു സാധാ ഒരു പെന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ പെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഗം വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക സ്റ്റോൺസ് കൂടി വെച്ച് കൊടുക്കുന്നത്. സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കുക. ഈ ഒരു ഗമ്മൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടുന്നതാണ്. അപ്പോൾ കണ്ടോ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. കൂട്ടുകാർക്ക് വർക്ക് ചെയ്തിട്ടാണോ ഇഷ്ടപ്പെട്ടത്, വർക്ക് ചെയ്യുന്നതിന് മുന്നേ ആണോ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ഓണം, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ടേക്ക് കെയർ, ഓൾ, ലവ് യു.